കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വളയനാട് കൊമ്മേരി മേത്തോട്ട് താഴം റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ ഇടുങ്ങിയ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് കൊമ്മേരി നിവാസികൾ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വളയനാട് കൊമ്മേരി മേത്തോട് താഴം വഴി 24 മീറ്റർ വീതിയിൽ ബൈപ്പാസ് റോഡ് വരുമെന്ന വാഗ്ദാനമാണ് പാഴ്വാക്കായി മാറിയത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ അത് 18 മീറ്ററായി ചുരുങ്ങി. എന്നിട്ടും ബൈപ്പാസ് റോഡ് നവീകരണം പൂർത്തീകരിക്കാനായിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വളരെ ഗതിയിൽ ചടങ്ങുകളൊക്കെ നടത്തും. പിന്നെ ഇതാണ് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ MLA വാഗ്ദാന ലംഘനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റോഡ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് വാങ്ങി ജയിച്ചു പോയ ഇവിടുത്തെ MLA പോലും ഈ ഇതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത്. 50 വർഷത്തോളമായി റോഡ് നവീകരണം മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊമ്മേരി നിവാസികൾ. തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങാറുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരു 19 വർഷം മുൻപേ എൻ്റെ കൊച്ചുപ്രായത്തിൽ തന്നെ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്തും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരുന്നു. നാട് മുഴുവൻ, ഭാരതം മുഴുവൻ നിരവധി വികസന പ്രവർത്തനം നടക്കുമ്പോഴും റോഡിൻ്റെ കാര്യത്തിൽ വികസനം നടത്തുമ്പോഴും ഈ കൊമ്മേരി ദേശത്തിന് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്. വലിയ വികസനമുള്ള റോഡിലേക്ക്, അതായത് 6 വരി പാതയിലേക്ക് എത്താൻ പാകത്തിലുള്ള ഈ റോഡ് ഇന്നും വികസന മുരടിപ്പിൽ കിടക്കുകയാണ്. ഇത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായതുകൊണ്ട് പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാതെ തന്നെ നമ്മളിൽ സംസാരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് ഇവിടെ ഒരു വികസനം കൊണ്ടുവരണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. റോഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പോലും കൃത്യമായി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് ഇതെല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ മാമാങ്കം നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും 13 ഭൂവുടമകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ എക്വിസിഷൻ പൂർത്തിയാകുകയുള്ളൂ. ഇത് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ടെൻഡർ കൊടുക്കാനും കഴിയുള്ളൂ. ഒരു മഴ പെയ്താൽ പോലും പെട്ടെന്ന് വെള്ളം കയറുന്ന കൊമ്മേരിയിൽ അതിനുവേണ്ട പരിഹാരവും കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വെള്ളമൊക്കെ കിട്ടു വന്നു കഴിഞ്ഞാൽ ആകെ 3 ബസ്സാണ് ഓടുന്നത്. ആ ബസ് നിൽക്കും, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. അങ്ങനെ വ്യാപാരികളാണെങ്കിൽ വെള്ളം കയറിയിട്ട് ഇതുവരെ ഒരു നഷ്ടപരിഹാരം കൊല്ലം അപേക്ഷ പൂരിപ്പിച്ച് വാങ്ങുന്നല്ല. വ്യാപാരികൾക്ക് വെള്ളം കയറി നഷ്ടം സംഭവിച്ച ഒരു നഷ്ടപരിഹാരം ഒരു സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണവും കൂടുതലാണ്. മണ്ഡലത്തിൽ വലിയ വികസന നേട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് MLAയുടെ വാദം. എന്നാൽ പലയിടങ്ങളിലും വികസനങ്ങൾ എത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് കൊമ്മേരി വഴി കടന്നുപോകുന്ന റോഡ്. അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കൊമ്മേരിക്കാരുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്.